നമസ്കാരം. ജിമാർട്ട് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു. മണൽപ്പരപ്പിൽ ജീവിതം കൊടുത്തവരുടെ മോഹങ്ങളും മോഹഭംഗങ്ങളും പ്രതീക്ഷകളും നിരാശകളും ചേരുന്ന വർത്തമാന കാഴ്ചകളിലേക്ക് വിചാരങ്ങളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിസ റാക്കറ്റിൻ്റെ കെണിയിലകപ്പെട്ട് ഗൾഫിൽ വീട്ടുവേലയ്ക്കായി പോയ കൊല്ലം സ്വദേശി സരസ്വതിയും ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞ് വീട്ടുവേലയ്ക്കായി ഗൾഫിലേക്ക് കൊണ്ടുപോയ സരസ്വതിയുടെ ബന്ധുവായ ജാസ്മിനും റിയാദിൽ ദുരിതമനുഭവിക്കുന്നു. പറഞ്ഞ ശമ്പളമോ ഭക്ഷണമോ ലഭിക്കാത്തതിനെ തുടർന്ന് ഈ ഗദാമകൾക്ക് പ്രതികരിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. പ്രതികരിച്ചതിന് ജാസ്മിൻ്റെ മുടി മുറിച്ചു കളഞ്ഞതായി ജീവൻ ടിവിയോട് ടെലിഫോണിലൂടെയാണ് സരസ്വതി വിളിച്ചറിയിച്ചത്. ഇതിനെ തുടർന്ന് എംബസിയെയും മുഖ്യമന്ത്രിയെയും പരാതി നൽകി കാത്തിരിക്കുന്ന കുടുംബവും നാട്ടുകാരും ഇപ്പോൾ ഇരുവരെയും രക്ഷിക്കണമെന്ന ആവശ്യവുമായി ജീവൻ ടിവിയെ സമീപിച്ചിരിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ പൂയപ്പിള്ളി മൈലോട് ചാരുവിള പുത്തൻവീട്ടിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അനിലിന്റെ ഭാര്യ 27 വയസ്സുള്ള ജാസ്മിനും അനിലിന്റെ സഹോദരി 36 വയസ്സുള്ള സരസ്വതിയുമാണ് വീട്ടുവേലയ്ക്കായി ഗൾഫിലേക്ക് പോയി വിസ റാക്കറ്റിന്റെ കെണിയിലകപ്പെട്ട് ഇപ്പോൾ റിയാദിൽ ദുരിതമനുഭവിക്കുന്നത്. റിയാദിൽ 2 വീടുകളിലായാണ് ഇവർ വീട്ടുവേല ചെയ്യുന്നത്. സരസ്വതിയെ വീട്ടുവേലയ്ക്കെന്ന് പറഞ്ഞും ജാസ്മിനെ ബ്യൂട്ടീഷ്യനായുമാണ് ഏജന്റ് തിരുവനന്തപുരം ഭീമാപള്ളിക്കടുത്ത് ജവഹർ പള്ളിക്കടുത്തുള്ള നാസർ റിയാദിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ ഗൾഫിലെത്തിയപ്പോഴാണ് ചതി മനസ്സിലായത്. 35,000-ലധികം രൂപ വിസയ്ക്ക് നൽകിയാണ് ഇവർ ഗൾഫിലേക്ക് പറഞ്ഞത്. പക്ഷേ ഗൾഫിലെത്തിയപ്പോൾ ദുരിതപൂർണമായിരുന്നു ജീവിതം. ഞാന് ജൂലൈ 19-ാം തീയതി ആ കൊച്ചു ജൂലൈ 8-ാം തീയതിയാണ് വന്നത്. ഞങ്ങൾക്ക് ശമ്പളമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷെ അത്രയൊന്നും പൈസയൊന്നും ഇല്ല. 1000 രൂപ 2 മാസം തന്നിട്ടുണ്ട് 2 പേർക്കും. ആരാണ് കൊണ്ടുപോയത്? അത് തിരുവനന്തപുരത്തുള്ള ഒരു കക്ഷിയാണ് കൊണ്ടുവന്നത്. അയാളുടെ പേരിൽ കേസൊക്കെ കൊടുത്ത് അയാൾ കഴിഞ്ഞ മാസം നവംബർ മാസം ഒക്ടോബറിൽ ഇവിടെ കയറി വന്നിരുന്നു. മുഹറാമിന്റെ അവധിക്ക് പോയിട്ട് ഒക്ടോബറിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ പേരിപ്പോ ഇവിടെ നിന്നും ഉറക്കെ പറയാൻ പറ്റൂല. ഇവരുമായിട്ട് അവധി നല്ല ഫുലാനാണ്. എന്താണ് പേര്? നാസറോ? എവിടെയുള്ളതാണ്? എവിടെയാ അയാളുടെ വീട്? തിരുവനന്തപുരത്ത് വള്ളക്കട തിരുവനന്തപുരത്ത് ഭീമാപള്ളിക്കടുത്ത് ജവഹർ പള്ളി എന്ന് പറയും അവരുടെ സ്ഥലം. നാസറിന്റെയോ? അയാൾ ഇവിടെയാ, വർഷങ്ങൾ കൊണ്ട് ഇവിടെയാണ്. ഇപ്പം ഭാര്യയും മക്കളെയൊക്കെ കൊണ്ടുവരാനായിട്ട് നാട്ടിലുണ്ടെന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നാസർ നിങ്ങളെ സമീപിക്കണത്? നമ്മള് വേറൊരു ചേച്ചി മുഖേനയാണ് നമ്മൾ ഇയാളുമായിട്ട് സംസാരിച്ച് എല്ലാവരുമായിട്ട് വീട്ടിലെല്ലാവരുമായിട്ട് ഇയാളുടെ സംസാരത്തിൽ ചതിക്കാനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. നമ്മളെ നേരായിട്ടുള്ള വഴിയിലൂടെ അല്ല ഇയാൾ കൊണ്ടുവന്നത്. നമ്മള് പല വഴിയിലൂടെയാണ് വന്നത്. ഞാൻ വന്നത് അബുദാബി വഴിയും ആ കൊച്ചു വന്നത് ഷാർജ വഴിയും. ബ്യൂട്ടീഷ്യനായി ഗൾഫിലേക്ക് കൊണ്ടുപോയ ജാസ്മിന് അവിടെ വീട്ടുജോലിയാണ് ലഭിച്ചത്. വീട്ടുകാർ ജാസ്മിന്റെ മുടി മുറിച്ചു കളഞ്ഞതായി ടെലിഫോണിലൂടെ സരസ്വതിയാണ് ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് വിളിച്ചറിയിച്ചത്. അവിടെ ശമ്പളമോ ഭക്ഷണമോ ഇല്ല. കടുത്ത തണുപ്പിൽ പുതപ്പും മറ്റ് സൗകര്യങ്ങളുമില്ല. ആകെ അവശനിലയിലായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഉടൻ രക്ഷപ്പെടുത്തി തങ്ങളെ നാട്ടിലെത്തിക്കണമെന്നാണ് ഇരുവരുടെയും ആവശ്യം. ഭയങ്കര ജോലി മാത്രമല്ല, ശമ്പളവും കൊടുക്കുന്നില്ല. അതിനെ ഇട്ടങ്ങ് ഊപ്പാട് വരുത്തുക. ഭാര്യ ഭർത്താവും കൂടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന്റെ മെല്ല തീർക്കുന്ന പെണ്ണുമ്പിള്ള അടിക്കുകയെല്ലാം ചെയ്യും. ഇപ്പം അവരെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മാസം 8-ാം തീയതി അവരുടെ ചേട്ടത്തിയുടെ വീട്ടിലോട്ടാക്കി. പിന്നെ ആ വീട്ടിൽ അയാൾ തന്നെ ചെരുപ്പ് വെച്ച് പൈപ്പ് വെച്ച് ഒരുപാട് അടിച്ച്, ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്. ആദ്യം നിന്ന വീട്ടിലെ പെണ്ണുമ്പിള്ള മുടിയെല്ലാം വെട്ടിക്കളഞ്ഞ് കൊണ്ടുവന്ന ആള് പറഞ്ഞത്, നമുക്ക് വെള്ളിയാഴ്ച ദിവസം ജോലിയൊന്നും ചെയ്യണ്ട, നിങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് കാണാം, ഒരുമിച്ചിരിക്കാം. ആ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ രാത്രിയും പകലും എല്ലാം ഒന്നിച്ചായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ 1500 രൂപ ശമ്പളവും പറഞ്ഞു. കാണാൻ പോലും പറ്റൂല, പനി പിടിച്ച് അനങ്ങാൻ വയ്യാതെ കിടക്കുന്നു. ഞങ്ങൾക്ക് നാട്ടിൽ പോയേ പറ്റൂ. അത്രയ്ക്ക് ഇതാണ്. ഇപ്പൊ നാട്ടിലേക്ക് കയറി വരണം. ജീവൻ ടിവിയോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇവിടുത്തെ അനുഭവിക്കാൻ വയ്യ മാഡം. അതാ
വീട്ടമ്മമാരുടെ ഈ അവസ്ഥയറിഞ്ഞ് വീട്ടുകാരും വിഷമത്തിലാണ്. ഒരു വീട്ടിലെ 2 പേരാണ് വീട്ടിലെ പട്ടിണി അകറ്റാനായി ഗൾഫിലേക്ക് പോയത്. പക്ഷേ അവർ അവിടെ ചെന്നപ്പോൾ കൂടുതൽ ദുരിതമനുഭവിക്കുന്നതറിഞ്ഞ് ഭർത്താവും കുഞ്ഞുങ്ങളും പ്രായമായ മാതാവുമടങ്ങിയ കുടുംബം വിഷമത്തിലാണ്. അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന ആവശ്യവുമായി വീട്ടുകാർ ജീവൻ ടിവിയെ സമീപിച്ചിരിക്കുകയാണ്. എന്റെ വൈഫും പെങ്ങളും 4 മാസമായി ഗൾഫിൽ പോയിട്ട് അവിടെ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഭയങ്കരമാണെന്ന് എല്ലാ ദിവസവും ഫോൺ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലെത്തിക്കണമെന്ന് ജീവൻ ടിവിയോട് അഭ്യർത്ഥിക്കുന്നു. ദിവസവും നാട്ടിലെ ബുദ്ധിമുട്ട് കാരണം ആണ് ഗൾഫിൽ പോയത്. അവിടെ ചെന്നപ്പോൾ ഇവിടുത്തെ ബുദ്ധിമുട്ടിനെ കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശാരീരികമായും മാനസികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം എല്ലാ ദിവസവും മിക്ക ദിവസം വിളിക്കാൻ പറയുന്നവരാണ് എത്രയും പെട്ടെന്ന്. പിന്നെ എല്ലാ സ്ഥലത്തും പരാതി കൊടുത്തിട്ടുണ്ട്. എന്റെ മകളും മരുമകളും പോയിട്ട് 4 മാസമായി. അവർക്ക് ഇതുവരെ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നതായിട്ടില്ല. വീട്ടിൽ വളരെ കഷ്ടപ്പാടുകളാണ്. കഷ്ടപ്പാട് കൊണ്ട് അവർ നാട്ടിൽ പുറത്തു പോയപ്പോൾ അവിടെ ഇതിനെക്കാട്ടി കഷ്ടപ്പാടായിട്ട് കഴിയുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്റെ മോളെയും മരുമകളെയും നാട്ടിലെത്തിക്കണം. എംബസിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി കാത്തിരിക്കുന്ന കുടുംബവും നാട്ടുകാരും ഏറെ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ ജീവൻ ടിവിയെ സമീപിച്ചിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചു വേണം ഇനിയുള്ള ആൾക്കാരെ മുന്നോട്ട് പോകാനെന്നുകൂടി ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. ഇവരെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാനുള്ള ജീവൻ ടിവിയുടെ ശ്രമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. എത്രയും പെട്ടെന്ന് ഈ പാവപ്പെട്ട കുടുംബത്തിലെ അവിടെ അകപ്പെട്ടുപോയ ഈ 2 പേരെയും ഇവിടെ എത്തിക്കാൻ വേണ്ടി വളരെ സേവനകരമായ ഒരു പ്രവർത്തന മേഖലയിലാണ് ജീവൻ ടിവി ഇടപെട്ടിരിക്കുന്നത്. നാട്ടിലെ പട്ടിണി അകറ്റാൻ ഗൾഫ് നാടുകളിലേക്ക് വീട്ടുവേലയ്ക്കായും മറ്റും സ്ത്രീകളെ കയറ്റിവിടുന്ന സംഘങ്ങൾ നാട്ടിൽ പെരുകുകയാണ്. ഇത്തരം വിസ റാക്കറ്റുകളെയും ഇവരെ സഹായിക്കുന്ന വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികളെയും പിടികൂടുവാനോ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനോ ഭരണകൂടം സംവിധാനങ്ങൾ ശക്തമാക്കാത്തതുമൂലം ഗൾഫ് നാടുകളിലേക്ക് എത്തിപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. ഇതിനെതിരെ ശക്തമായ നീക്കം നടത്തേണ്ടത് അത്യാവശ്യമാണ്. എമിഗ്രേഷൻ വഴിയും മറ്റും സംവിധാനങ്ങളുണ്ടെന്ന് സർക്കാരും നോർക്കയും എല്ലാം പറയുമ്പോൾ പോലും ദിവസേന നിരവധി സ്ത്രീകളും പുരുഷന്മാരുമാണ് ഗൾഫ് നാടുകളിലേക്ക് വിമാനം കയറുന്നതും അവിടെ ചതികളിലകപ്പെട്ട് ദുരിതമനുഭവിക്കുന്നതും. ഇത്തരം നിരവധി സ്ത്രീകളാണ് ഗൾഫ് നാടുകളിൽ തർഹീലിലും ജയിലുകളിലും മറ്റും ജീവിതം തള്ളി നീക്കുന്നത്. ഇതിനുത്തരം പറയേണ്ടത് ബന്ധപ്പെട്ടവർ തന്നെയാണ്. നാൽപ്പത് വർഷത്തോളം സൗദി അറേബ്യയുടെ വളർച്ചയ്ക്കൊപ്പം സഞ്ചരിച്ച പ്രവാസി മലയാളി നാട്ടിലേക്ക് മടങ്ങുന്നു. മലപ്പുറം, പൊന്നാനി, മാറഞ്ചേരി, പൊറങ്ങ്, മങ്ങരത്തിൽ ഇബ്രാഹിമാണ് നാട്ടിലേക്ക് 4 പതിറ്റാണ്ടിനു ശേഷം മടങ്ങുന്നത്. ദീർഘകാലം ഒരു സ്പോൺസറുടെ കീഴിൽ ജോലി ചെയ്തു എന്ന പ്രത്യേകതയും ഇബ്രാഹിമിനുണ്ട്. ഇബ്രാഹിമിനെ പോലുള്ളവർ മലയാളികൾ പ്രവാസികൾക്ക് ഒരു മാതൃകയാവട്ടെ. വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും. 1975 ഇബ്രാഹിം ലേബറായി സൗദി അറേബ്യയിലെത്തുന്നത്. രാജ്യത്തെ പട്ടണങ്ങളിലെ പ്രധാന തെരുവുകളിൽ ഇലക്ട്രിക് ലൈറ്റിനുള്ള പോസ്റ്റ് സ്ഥാപിക്കുന്ന അൽ ബാബ്തെയിൻ കമ്പനിയിൽ തൊഴിലാളിയായാണ് ജോലിയിൽ പ്രവേശിച്ചത്. 15 വർഷത്തിലധികം രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ കുഴിയെടുക്കലും ഇരുമ്പ് പോസ്റ്റുകൾ ചുമക്കുന്ന ജോലിയിലും ഏർപ്പെട്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആദ്യമായി നിർമ്മിച്ച റോഡുകളിൽ പോസ്റ്റുകൾ സ്ഥാപിക്കുന്ന ജോലി ബാബ്തെയിൻ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരുന്നത്. പട്ടണങ്ങൾ മുതൽ ചെറുഗ്രാമങ്ങൾ വരെ സഞ്ചരിച്ചു. സ്ഥാപനം അൽ ബാബ്തെയിൻ പവർ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി എന്ന പേരിൽ വളർന്നപ്പോൾ ഇബ്രാഹിമിനും സ്ഥാനക്കയറ്റം ലഭിച്ചു. സ്റ്റോർ കീപ്പറും പിന്നീട് സ്റ്റോർ മാനേജറുമായി. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് ഒന്ന് തടി ഊരിയാൽ മതി എന്നിങ്ങനെ തോന്നിയിരുന്നു. എവിടേക്കെങ്കിലും ഒന്ന് കുറച്ചുകൂടി രക്ഷമുള്ള സ്ഥലത്തേക്ക് മാറിയാൽ മതി എന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു യുവാവായ ഷൗക്കത്ത് എന്ന് പറയുന്നൊരു പാകിസ്ഥാനി, അയാൾ സൂപ്പർവൈസറായിരുന്നു. ഷൗക്കത്ത് സാബ് എന്നാണ് ഞങ്ങൾ പറയാം. അയാൾ വന്നിട്ട് കുറച്ച് ആളുകളെ അബഹയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ചെന്നിട്ട്, അപ്പോൾ ഞാനന്ന് ഏറ്റവും യങ്ങായിരുന്നു ആ കൂട്ടത്തിൽ. ഞാനുണ്ട് സാർ എന്നാണ്. അപ്പോൾ എന്നാൽ അവനും എഴുതുന്നതാണ്, എൻ്റെ പേര് ആഡ് ചെയ്തു.
അങ്ങനെയാണ് ഞാൻ ആ പേര് പോയത്. ബിരുദധാരികളായ വിവിധ രാഷ്ട്രങ്ങളിലുള്ള നിരവധി ആളുകളാണ് ഇബ്രാഹിമിന്റെ കീഴിൽ സ്റ്റോറിൽ ജോലി ചെയ്തിരുന്നത്. 8ാം ക്ലാസ് വരെ പഠിക്കാൻ ഭാഗ്യമുണ്ടായുള്ളൂ എങ്കിലും വിവിധ ഭാഷക്കാരുമായുള്ള സമ്പർക്കം ഇംഗ്ലീഷ് ഉൾപ്പെടെ 5 ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ പ്രാപ്തനാക്കി. പ്രവാസത്തിലെ അനുഭവ പാഠങ്ങൾ ബിരുദങ്ങളെക്കാൾ വലിയ പാഠമാണ് ജീവിതത്തിൽ സമ്മാനിച്ചതെന്ന് ഇബ്രാഹിം പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് 35 അംഗ സംഘമാണ് 40 വർഷം മുൻപ് ദുബായ് വഴി റിയാദിലെത്തിയതെന്ന് ഇബ്രാഹിം ഓർക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ബാച്ചിലെ ബാപ്റ്റൈനിൽ അവശേഷിക്കുന്നതും ഇദ്ദേഹമാണ്. ഇബ്രാഹിം റിയാദിലെത്തിയ സമയം ബത്ത, ചെളിമണ്ണിൽ തീർത്ത കൊച്ചു കെട്ടിടങ്ങൾ മാത്രമുള്ള പ്രദേശമായിരുന്നു. സൗദിയിലെത്തി 1 വർഷം കഴിഞ്ഞാണ് മറ്റൊരു മലയാളിയെ കണ്ടതെന്നും ഇബ്രാഹിം പറഞ്ഞു. മരുഭൂമിയും ഈന്തപ്പനത്തോട്ടങ്ങളും മാത്രമായിരുന്ന പല പ്രദേശങ്ങളും ഇന്ന് കൂറ്റൻ ബഹുനില കെട്ടിടങ്ങളായെങ്കിലും ഇന്നും പഴയ സൗദിയുടെ ചിത്രം മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. 1977 ഹജ്ജ് നിർവഹിക്കാൻ അവസരം ലഭിച്ചു. മക്കയിലെ മസ്ജിദുൽ ഹറമിന്റെയും മദീനയിലെ മസ്ജിദുൻ നബിയുടെയും വികസനം കഴിഞ്ഞ 40 വർഷമായി നിരന്തരം സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തിരുഗേഹങ്ങളുടെ വികസനം ലോകാത്ഭുതമായി മാറിയിരിക്കുകയാണെന്നാണ് ഇബ്രാഹിമിന്റെ അഭിപ്രായം. ഖാലിദ് രാജാവ്, സൽമാൻ രാജാവ്, അബ്ദുള്ള രാജാവ് തുടങ്ങിയ മുൻ ഭരണാധികാരികളും ഇപ്പോഴത്തെ ഭരണാധികാരി സൽമാൻ രാജാവ് ഭരിക്കുമ്പോഴും സൗദിയിൽ കഴിയാൻ ഭാഗ്യമുണ്ടായതിൽ തികഞ്ഞ സന്തോഷമാണ് ഇബ്രാഹിമിന്. ഇറാഖ് കുവൈറ്റ് ആക്രമിക്കുകയും സദാം ഹുസൈൻ സൗദിയിലേക്ക് മിസൈൽ പായിക്കുകയും ചെയ്തത് നടുക്കത്തോടെയാണ് ഓർക്കുന്നത്. 6 മാസത്തെ അവധി നൽകി കമ്പനി നാട്ടിലേക്ക് അയച്ചത് ഭാഗ്യമായാണ് കരുതുന്നത്. ഇറാഖ് അധിനിവേശത്തിന് ശേഷമാണ് മലയാളികൾക്ക് സൗദി അറേബ്യയിൽ കൂടുതലും അവസരം ലഭിച്ചതെന്നും ഇബ്രാഹിം പറഞ്ഞു. ഇറാഖ് യുദ്ധം വരുന്നു കണ്ടപ്പോൾ ഞാൻ വേഗം നാട്ടിലേക്ക് പോയി. തടി സലാമത്താക്കി. ഏതാണ്ട് ഇങ്ങനെ അവിടുന്ന് ടെലിവിഷനിലാണ് കാണുന്നത്. പിന്നെ ഏതാണ്ട് കെട്ടടങ്ങി കണ്ടപ്പോൾ 6 മാസം ലീവ് എടുത്ത് പോയതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇറാഖ് കുവൈറ്റിനെ പിടിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അഭയാർത്ഥികളായിട്ടുള്ള കുറേ മലയാളികളൊക്കെ ഇവിടെ നമ്മളെ എംബസിയുടെ, ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തും ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ അഭയാർത്ഥികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറേ ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്ന നമ്മളെ KMCC, അന്ന് KMCC അല്ല, ചന്ദ്രഗിരി ലീഡേഴ്സ് ഫോറാണ്. ആ കൊടുക്കുന്ന കൂട്ടത്തിൽ അവരോടൊപ്പം കുറച്ച് സഹകരിച്ച് ഞാൻ 1-2 ദിവസമൊക്കെ പോയിട്ടുണ്ട്. 24-ാം വയസ്സു മുതൽ കഠിനാധ്വാനം തുടങ്ങിയതിനാൽ സാധാരണ പ്രവാസികൾക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇബ്രാഹിമിനില്ല. 4 പതിറ്റാണ്ടിന്റെ ധന്യമായ പ്രവാസം അവസാനിപ്പിക്കാൻ കമ്പനി ആവശ്യപ്പെട്ടില്ലെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ഇബ്രാഹിം നാട്ടിലേക്ക് മടങ്ങുകയാണ്. നാട്ടിൽ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഓവറായില്ലേ. എൻ്റെ ഉമ്മൊക്കെ മാതാവൊക്കെ കുറേ പ്രായമായവരാണ്. അപ്പോൾ അവരെപ്പോഴും പറയും മജിയുടെ പോയത്. അപ്പോൾ എനിക്ക് മാനസികമായിട്ടൊരു ഒരു വലിയ ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഉമ്മയുടെ വാക്ക്. അപ്പോൾ എനിക്കതൊരു, എൻ്റെ ഉപ്പ മരിക്കുമ്പോൾ 2 വർഷമായിരുന്നു. അന്ന് വരെ സ്വാഭാവികമായിട്ട് ഞാൻ ആ കാര്യത്തിൽ പിന്നെ എന്തായാലും നിൽക്കില്ല എന്നുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഒരു സ്പോൺസറുടെ കീഴിൽ ഇത്രയും കാലം ജോലി ചെയ്ത അപൂർവ സൗഭാഗ്യമാണ് ഇബ്രാഹിമിന്. സ്പോൺസറെയും മറ്റ് ജോലി നൽകുന്ന കഫീൽമാരെയും കബളിപ്പിച്ചും കളവ് ചെയ്തും എന്തിനും ഏതിനും കുറ്റവും കുറവും കണ്ടെത്തുന്ന മലയാളികൾക്ക് ഒരു മാതൃക തന്നെയാണ് ഇബ്രാഹിം. ഇത്തരം നല്ല മലയാളികൾ പ്രവാസ ലോകത്ത് മലയാളികളുടെ യശസ് ഉയർത്തട്ടെ. മലയാള നാടകവേദിയുടെ വർത്തമാനകാല തുടിപ്പുകൾക്കൊപ്പം കുതിക്കും വിധം പ്രസക്തവും ശക്തവുമായ നാടകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് തട്ടകം റിയാദ് നാടകവേദി മറുനാടൻ മലയാളികളുടെ സാംസ്കാരിക ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തു. റിയാദിലെ ദരിയയിൽ ഒരുക്കിയ അരങ്ങിൽ മലയാളം കാണാൻ വായോ, നുകം എന്നീ നാടകങ്ങളാണ് അരങ്ങേറിയത്. കാവ്യനാടകത്തിൽ മലയാളം കാണാൻ വായോ എന്ന നാടകത്തിൽ 50ഓളം വിദ്യാർത്ഥികളാണ് വേഷമിട്ടത്. ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് മനോജ് നാരായണനാണ്. ജി ശങ്കരക്കുറുപ്പിലൂടെ മലയാളത്തിലെ ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നോർമ്മയിൽ. തട്ടകത്തിന്റെ ഈ വർഷത്തെ ഏറെ സവിശേഷമായ സംരംഭം കുട്ടികളുടെ നാടകമായിരുന്നു.
പങ്കെടുത്ത കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും അതിശയിപ്പിച്ചുകൊണ്ട് ഓരോ കുട്ടിയിലെയും കലാപ്രതിഭയെ പൂർണ്ണമായി പുറത്തു കൊണ്ടുവരുന്ന മലയാളം കാണാൻ വായോ എന്ന കാവ്യനാടകത്തിന് ഒരു ഡോക്യു ഡ്രാമയുടെ കൂടി ചട്ടക്കൂടുണ്ടായിരുന്നു. 50ഓളം കുട്ടികൾ അഭിനയിച്ച ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും മനോജ് നാരായണൻ തന്നെയാണ് നിർവഹിച്ചത്. നമ്മുടെ ശ്രേഷ്ഠ ഭാഷാ പദവിയിലെത്തിയ മലയാളത്തെക്കുറിച്ച് മലയാളത്തിലെ കവിതകളും കഥകളും നോവലുകളും നാടകവും ഒക്കെ നമുക്ക് മലയാളത്തിലേക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കാനുള്ള ഒരു പരിപാടി എന്ന നിലയിൽ അതാണ് മലയാളം കാണാൻ വായോ. ഇവിടുത്തെ കുട്ടികളൊക്കെ തന്നെ നല്ല മിടുക്കരായ കുട്ടികളാണ്. അവർ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും അവർ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യത്തിലും മുന്നോട്ട് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ പെട്ടെന്ന് തന്നെ ഇത് പഠിച്ചെടുക്കുകയും അതുപോലെ തന്നെ മലയാളത്തെക്കുറിച്ച് അവർക്ക് കൂടുതൽ അറിയാനും കൂടുതൽ കാര്യങ്ങൾ വീണ്ടും വീണ്ടും അവർ വായനയിലേക്കും മറ്റ് അവരുടെ ഭാവന, അവരുടെ ക്രിയേറ്റിവിറ്റി ഇതൊക്കെ തന്നെ മികച്ചതാക്കാൻ വേണ്ടിയുള്ള ഒരു തിയേറ്റർ ഇവൻ്റാണ്, ഒരു തിയേറ്റർ പ്രോഗ്രാമാണ് മലയാളം കാണാൻ വായോ. മലയാളം പിന്നിട്ട സാംസ്കാരിക സാഹിത്യ കലാപ്രവർത്തനങ്ങളുടെ അനുപമ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന നാടകം ഇപ്പോൾ തന്നെ കുട്ടികളുടെ ആവേശമായി കഴിഞ്ഞു. മലയാള സാഹിത്യം, സിനിമ, സംഗീതം, നാടകം തുടങ്ങിയ സാംസ്കാരിക മണ്ഡലങ്ങളുടെ വികാസ പരിണാമങ്ങളെ കാവ്യാത്മകമായി അവതരിപ്പിക്കുകയാണ് കുട്ടികളുടെ നാടകത്തിൽ. ഇത് കുട്ടികൾക്കൊരു സദ്യയാണ്. കാരണം ഇതിനകത്ത് മനുഷ്യൻ്റെ ഉൽപ്പത്തി തൊട്ട് പരിണാമം തുടങ്ങി ഭാഷ എങ്ങനെയുണ്ടായി, ഭാഷയ്ക്ക് ശേഷം കഥ എങ്ങനെയുണ്ടായി, കവിത എങ്ങനെയുണ്ടായി, നോവൽ എങ്ങനെയുണ്ടായി, അതിനുശേഷം ആധുനിക നാടകം, സിനിമ വരെ എത്തി, ഈ ചരിത്രങ്ങൾ മൊത്തം പഠിപ്പിച്ചുകൊണ്ട് കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും താല്പര്യത്തോടു കൂടി അത് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സദ്യയാണ് ഞാനിതിനെ വിശ്വസിക്കുന്നത്. കവിതകളിലൂടെയും ചലനങ്ങളിലൂടെയും രൂപപ്പെടുന്ന താളാത്മകമായ അവതരണം നാടകത്തിൽ പങ്കാളികളാകുന്ന ഓരോ കുട്ടിയെയും അനിവാര്യ ഘടകമാക്കുന്നു. സൗദി അറേബ്യയിലെ മലയാളി സമൂഹത്തിലെ കുട്ടികൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു അനുഭവമാണ് ഈ നാടകത്തിന്റെ പരിശീലന കളരി പ്രദാനം ചെയ്തത്. സുരേഷ് ബാബു ശ്രീസ്ത രചനയും മനോജ് നാരായണൻ സംവിധാനവും നിർവഹിക്കുന്ന നുകം എന്ന നാടകം, അതുപോലെ തന്നെ മനോജിൻ്റെ തന്നെ സൃഷ്ടിയിൽ ഉരുത്തിരിഞ്ഞ മലയാളം കാണാൻ വായോ എന്ന ഈ കുട്ടികളുടെ ഡോക്യു ഡ്രാമ, അങ്ങനെ 2 കലാവിരുന്നുകളാണ് തട്ടകം ഈ വർഷം നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാഴ്ചവെക്കുന്നത്. ഇവിടെ ഈ നാടകത്തിന്, ഈ കുട്ടികളുടെ നാടകത്തിന് ചിൽഡ്രൻസ് തിയേറ്ററിൻ്റെ കുട്ടികളുടെ കളിയാണ് ഈ നാടകമായിട്ട് ചെയ്യുന്നത്. കുട്ടികളുടെ കളിയിലൂടെ അവർ ഈ നാടകത്തിൻ്റെ ആശയം പറയുന്ന രീതിയാണ്. കുട്ടികളുടെ രക്ഷിതാക്കൾക്കും അതുപോലെ സംഘാടക സമിതി ആളുകൾക്കും വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനി കാണികൾ കണ്ട് വിലയിരുത്തട്ടെ എന്നാണ് തട്ടകത്തിന് പറയാനുള്ളത്. രക്ഷിതാക്കളെ സാക്ഷി നിർത്തി മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിശീലന കളരി നസീമിലെ ഇസ്തിറാഹയിലാണ് ആരംഭിച്ചത്. പാടിയും ആടിയും ഭാവപ്രകാശനം നടത്തിയും കുട്ടികൾ നാടകത്തിന്റെ പണിപ്പുരയിലേക്ക് പ്രവേശിച്ചു. അതിവിദഗ്ധമായി സംവിധായകൻ മനോജ് നാരായണൻ കുട്ടികളെ പരിശീലിപ്പിച്ചു. ഇപ്പം ഈ മനോജങ്ങൾ നടത്തുന്ന ഈ കാവ്യ ദൃശ്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കുറേ കൂട്ടുകാരനെയും കിട്ടി. ഇവിടെ മലയാളം കൂടുതൽ പഠിക്കാനും പറ്റി, കവിതകൾ പഠിക്കാൻ പറ്റി, കഥകൾ പഠിക്കാൻ പറ്റി. നല്ല എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞാൽ ഈ നാടകം കൊണ്ട് ഞങ്ങൾക്ക് കുട്ടികൾക്കുണ്ടായൊരു ഗുണം എന്താ വെച്ചാൽ, ഈ മലയാളത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ളൊരു പഠനവും, പിന്നെ മലയാളം എന്താണെന്ന് മിക്ക കുട്ടികൾക്കും അറിയില്ല. ഇവിടെയുള്ള പല കുട്ടികളും സംസാരിക്കുമ്പോൾ പോലും മലയാളം കൃത്യമായിട്ടല്ല സംസാരിക്കുന്നത്. ഇംഗ്ലീഷും മലയാളവും പല ഭാഷകളും കലർത്തിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുത്താനും മലയാളത്തെക്കുറിച്ച്, മലയാളം എന്താണെന്ന് അറിയാനുള്ളൊരു പരിപാടിയായിട്ടാണ്, ഒരു സഹായം ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ശരിക്കും എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. എനിക്ക് ഇവിടെ വന്നതിലൂടെ എനിക്ക് ഒത്തിരി കൂട്ടുകാരെ കിട്ടി. അതുമാത്രമല്ല ഇവിടുന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും മലയാളത്തെ പറ്റി. കേരളത്തിന്റെ മികച്ച നാടക സമിതികൾക്ക് സാമൂഹിക പ്രസക്തിയുള്ള നാടകങ്ങൾ അണിയിച്ചൊരുക്കുമ്പോഴും
കുട്ടികളുടെ നാടകവേദിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന മനോജ് സ്കൂൾ യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായി സംവിധാനം ചെയ്ത 25ലധികം നാടകങ്ങൾ വിവിധ വർഷങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന ഹയർ സെക്കൻഡറി കലോത്സവം, പോളി കലോത്സവം, ശാസ്ത്ര നാടക മത്സരം, സർവകലാശാല കലോത്സവം, സംസ്ഥാന കേരളോത്സവം, TTI കലോത്സവം, CBSE കലോത്സവം എന്നിവയ്ക്കായി അദ്ദേഹം നിരവധി നാടകങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചിരുത, മൃഗശാല, ഗ്ലാസ് റൂം, മഴവീട് തുടങ്ങിയ സർവകലാശാല നാടക മത്സരങ്ങളിൽ വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങളും കരസ്ഥമാക്കി. അതുകൊണ്ട് തന്നെ റിയാദിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളെ നാടകത്തിലേക്ക് അനയിക്കാൻ ചുരുങ്ങിയ സമയമേ വേണ്ടി വന്നുള്ളൂ. അമ്പരപ്പിക്കുന്ന വേഗത്തിൽ ഓരോ കുട്ടിയും ചെയ്യേണ്ട കാര്യങ്ങൾ ഗ്രഹിച്ച് പ്രയോഗിക്കുന്നത് കാണാമായിരുന്നു. പഠിച്ച പെണ്ണ് അനീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാ മലയാളത്തില് ആദ്യത്തെ ലക്ഷണമൊക്കെ നോവല് പിറന്നു വീണത്. ഇന്ദുലേഖ ആദ്യത്തെ ദിവസം തന്നെ വന്നപ്പോൾ ഞാൻ ഇതിൻ്റെ വർക്ക്ഷോപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കുട്ടികൾ അതിനനുസരിച്ച് ഉയരുന്നുണ്ട്. പരീക്ഷയാണെങ്കിൽ കൂടി കുട്ടികളെ എല്ലാവരും ഇതിൽ പങ്കെടുപ്പിക്കാൻ രക്ഷിതാക്കളും അതിനനുസരിച്ച് താല്പര്യം കാണിക്കുന്നുണ്ട്. പ്രവാസ ജീവിതത്തിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പിന്നെ ഇവിടെ 5 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഒരു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അവർ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിച്ചു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിന് ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന തട്ടകത്തിന് വളരെ നന്ദിയുണ്ട്. മലയാളികളുടെ മനസ്സുകളിൽ കുട്ടിത്തം നിലനിർത്തിയ കുഞ്ഞുണ്ണി മാഷ് എന്ന കുറിയ കവിയിലൂടെയാണ് നാടകം അവതരിപ്പിക്കുന്നത്. കുട്ടികളോടൊപ്പം കഥകളും കവിതകളും പങ്കുവയ്ക്കുന്ന മുത്തശ്ശിയുമുണ്ട്. കുട്ടികളുടെ നാടക പ്രവർത്തനങ്ങളുടെ സംഘാടന ചുമതല സുജിത് കുറ്റിവിലയിലാണ്. സൺസെറ്റീസ് പോളിക്ലിനിക്കിന്റെ സഹകരണത്തോടെയായിരുന്നു നാടകാവതരണം. കഴിഞ്ഞുപോയ രാപ്പകലുകളില് നാടിനെ സമ്പന്നമാക്കിയ നാടകങ്ങൾ എത്ര, നാടകക്കാരെത്ര. പിന്നിലൊരു മറ, നിൽക്കാനൊരു തറ, മുന്നിലോ കാണികളോ. ദൈവങ്ങളായി കാണികളിരിക്കുമ്പോ കാണിക്കയായി നാടകം അങ്ങോട്ട് കൊടുക്കുക. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്കിന്റെ ഈ ലക്കം സമാപിച്ചു. പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് വീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു. ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക. വിലാസം: പ്രൊഡ്യൂസർ, ഗൾഫ് ന്യൂസ് വീക്ക്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID gulfnewsweek@jivan.tv. ടെലിഫോൺ നമ്പർ 0484233116 അല്ലെങ്കിൽ 0484233115. ജിമാട്ട് ഗൾഫ് ന്യൂസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.